നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ തക്കാളി ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളതാണ് വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ. പോകാം റെസിപ്പിയിലോട്ട്. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ആദ്യം ഇതിലോട്ടുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തരം ചമ്മന്തികൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് ഉണ്ടാവുക. ഈ എണ്ണയിലോട്ട് ഒരു വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തതും 2 നല്ല പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഇല കറിവേപ്പില, എരിവിനായിട്ട് ഒരു പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 1-2 സെക്കൻഡ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് ചെറുതീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും സവോളയും തക്കാളിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിക്ക് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇവയെല്ലാം ചെറുതീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറിക്കിട്ടണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ മസാല അല്പം ഒന്ന് ചൂടാറിയതിനു ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. വീണ്ടും നമ്മൾ മുൻപെടുത്തിട്ടുള്ള സെയിം പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിത്തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് നടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. കടുകും മുളകും ചെറുതീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയുടെ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റവിന്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ചമ്മന്തിയിൽ അല്പം പുളി കുറവുള്ളതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. അതോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. തക്കാളിയിൽ ഒത്തിരി പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. തക്കാളി ചമ്മന്തി ഇപ്പൊ ഇവിടെ കാണുന്ന പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. വളരെ സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു.